ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഇൻവിസിബിൾ സിപ്പ് എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു ക്യാൻവാസ് 3 ഇഞ്ച് വിടുത്തുള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ട് ഇതുപോലെ ഒരു 3 ഇഞ്ച് വിടുത്തുള്ള ഒരു ലൈനിങ് തുണി എടുക്കുക. അതിനുശേഷം ഇതുപോലെ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. ഇനി ഞാൻ ഈ ചുരിദാറിൻ്റെ ബാക്ക് സൈഡിലാണ് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഇൻവിസിബിൾ സിബ് നമുക്ക് കടയിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ട് വാങ്ങിക്കണം കേട്ടോ. 7 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിപ്പോൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ചുരിദാർ ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം ഒരു 7 ഇഞ്ച് നെക്കിൻ്റെ അവിടുന്ന് താഴോട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ചുരിദാറിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ ചെയ്ത് വെച്ച ഇതിൻ്റെ 2 സൈഡും ഞാനൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിത് 2ആയിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ചിട്ട് ആ 7 ഇഞ്ച് ഇതിലും കൂടെ ഒന്ന് നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ സെൻറ്ററിന് 2 സൈഡിലുമായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ലൈനിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കണം. ഇതാണ് ഇൻവിസിബിൾ സിബ്. സിബിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതാണ് സിബ്ബർ ഫുട്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇനി ഇതിൻ്റെ അടുത്ത സൈഡ് കൂടി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരും. അതുവരേക്കും സ്റ്റേ ട്യൂൺ.